ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഹലോ ദുബായ് 360. അങ്ങനെ നമ്മുടെ ഈദ് കഴിഞ്ഞിട്ട് നമ്മളിത് അടുത്ത ട്രിപ്പ് വന്നേക്കണത് എവിടേക്കാണ് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ദുബായ് ഫ്രെയിമിലേക്ക്. നമ്മൾ കറാമയിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എന്താണ് ഈ ദുബായ് ഫ്രെയിം കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. ഇപ്പൊ UAE താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പോണത് നമ്മുടെ ഈദ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങൾ ഓൾറെഡി ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ വന്നേക്കണത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നത് നമ്മുടെ ദുബായ് ഫ്രെയിമിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് കാണാം ഇന്ന് സൺഡേ ആയിട്ടും കൂടി ദുബായ് ഫ്രെയിം കാണാനായിട്ട് എത്ര പേരെ വന്നേക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഞങ്ങൾ ഇന്ന് വന്നത് മെട്രോ ത്രൂ വന്ന് ADCB മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ADCB മെട്രോ സ്റ്റേഷനിൽ നിന്ന് അറൌണ്ട് ഒരു 2.3 കിലോമീറ്റർ സംതിങ് നമുക്ക് നടന്നാൽ മാത്രം നമ്മൾ ഈ ദുബായ് ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ എത്തത്തുള്ളൂ. അങ്ങനെ നമ്മളിതേ ഇങ്ങനെ റോഡും പിടിച്ച് പയ്യെ നടന്ന് നമ്മളിതേ മേളിലേക്ക് നമ്മൾ ആ ബ്രിഡ്ജ് കയറാൻ നിൽക്കുക. ആ ബ്രിഡ്ജ് കയറി ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂ. ഇല്ലാത്ത പക്ഷം നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ആക്സിഡന്റ് പറ്റിയ അതല്ലെങ്കിൽ വല്ല പോലീസോ CIDസോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഫൈൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഗൈസ്, നിങ്ങൾ എപ്പോഴും പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴായാലും നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് അധികം പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഗവൺമെന്റിന് ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. കാരണം ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞത് ഇവിടേക്കാണ് കേട്ടോ. അപ്പോഴേക്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് ടയേർഡായി. അവിടേക്ക് നമ്മൾ പോണടുത്ത് കാണാം ആൾക്കാർ ഫോട്ടോയ്ക്ക് സെൽഫി എടുക്കണത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് സെൽഫി എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സ്പോട്ട് ദുബായ് ഫ്രെയിമിന്റെ തൊട്ട് താഴെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതിന് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണതാവും. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് ആൾക്കാർ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കണത്. ഇവിടെ നിന്നെടുത്ത ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ദുബായ് ലൈക്ക് നമ്മുടെ പോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാം. നേരെ നോക്കിക്കഴിഞ്ഞാൽ ബുർജ് ഖലീഫ, നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ, പിന്നെ നമ്മുടെ ഫ്രെയിംസ്, അതിൽ നിന്നുള്ള വ്യൂ വേറെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉണ്ടോ സത്യം പറഞ്ഞ ബ്രിഡ്ജിന്റെ അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ. പിന്നെ ഇതല്ലാതെ ആയതുകൊണ്ടും അവിടുത്തെ ബിൽഡിങ്സിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ അയിന്ന് ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം അവിടുത്തെ ഡിസ്പ്ലേയിൽ ഇതല്ലാത്ത വിഷസ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആക്ച്വലി നമ്മുടെ ക്യാമറ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി, ഇതെന്താ സംഭവം. കുറെ പേർക്കൊക്കെ അറിയാം. കുറെ പേരൊക്കെ നമ്മുടെ Insta 360 കാണുമ്പോൾ അവർ പറയണത് എന്താ GoPro ആക്ഷൻ ക്യാം. സംഭവം അടിപൊളിയാണ്. അവർ വിചാരിക്കുന്നത് ഒരു സൈഡ് മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. നമ്മൾ 360 ആംഗിളിൽ മൊത്തം കവർ ചെയ്യുന്നുള്ളത് അവരാരും ശ്രദ്ധിക്കണില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബുർജ് ഖലീഫയുടെ വ്യൂ കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കാരണം ദുബായ് ഫ്രെയിമിന്റെ കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്രെയിമിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ബുർജ് ഖലീഫ കാണുന്ന ഒരു വിഷനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് പോകാനും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ദുബായ് ഫ്രെയിം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് കയറി ഇപ്പതേ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞതേ തിരിച്ചു വരണ ഒരുപാട് ആൾക്കാർ. അവരൊക്കെ മുഖത്ത് സന്തോഷം ഉണ്ടോന്ന് വെച്ചാൽ സന്തോഷമുണ്ട്. ബട്ട് അവർക്ക് കയറുന്ന ആ ഒരു നടന്ന് അവർക്കും വയ്യാതെയായിട്ട് അവരുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഒരുപാട് ഫാമിലീസൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ മൈൻഡിൽ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനൊന്നും ഒരു മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് തന്നെ കറങ്ങി തിരിഞ്ഞ് അവിടെ നേരെ നോക്കിക്കഴിഞ്ഞ ഒരു ചെറിയൊരു പാർക്കല്ല, ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ ഞങ്ങൾ പോകാനാണ് മെയിൻലി ഇരുന്നത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ദുബായ് ഫ്രെയിമിന്റെ താഴെ താഴെ എത്തി. നമുക്ക് താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ എക്സസൈസ് ചെയ്യണത്. അതിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പേസ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബ്രിഡ്ജിന്റെ താഴെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത്രയും ചൂടത്ത് ഞങ്ങള് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വാക്ക് ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് വയ്യാതെ. ബട്ട് കറാമയിലുള്ള ആൾക്കാർ അവര് ചൂടോ ഇതൊന്നല്ല, ആ ഒരു യുണൈറ്റി, ആ ഒരു സ്നേഹം, എക്സസൈസ് ചെയ്യുമ്പോഴായാലും അവരൊരു ഗ്രൂപ്പ് പോലെ വന്ന് എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ മിഷൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളവർ എഴുന്നേറ്റ് വേറെ മിഷനിലേക്ക് മാറും. ആ ഒരു യുണൈറ്റ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ബെറ്റർ സ്പോട്ട് കറാമ മല്ലൂസിന്റെ മെയിൻ ഏരിയ. ഫുഡിന്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ കറാമയിൽ
ഓൾമോസ്റ്റ് ഒരു 75-80% മലയാളീസ് ആയിരിക്കും വരാം. മലയാളികളുടെ ഒരു പ്രിയ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയും. ഇതിപ്പോ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ദുബായ് ഫ്രെയിമിന്റെ അടുത്തുനിന്നുള്ള വ്യൂ. നമ്മൾ ശരിക്കും അടുത്തേക്ക് പോകണില്ല, കാരണം ശരിക്കും അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 5 ദിർഹംസിന്റെ പാസോ അതല്ലെങ്കിൽ നമ്മുടെ നോൾ കാർഡിൽ 5 ദിർഹംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ആ ഫ്രെയിമിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 135 ദിർഹംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ പോകും. ടോപ്പ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരുപാടുണ്ട്. ലൈക്ക് ബൂർജായാലും മേളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നിങ്ങൾ ഈവനിങ് ടൈമിൽ പോയിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച ടൈം ഒരു 6 o'clock നിങ്ങൾ പോകണം. കാരണം അത് കഴിഞ്ഞ് പോകും തോറും നിങ്ങൾക്ക് അപ്പുറം ഒന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റത്തില്ല. സോ നിങ്ങൾ പോകുമ്പോൾ കുറച്ച് ഒരു സൺലൈറ്റ് ഉള്ള ടൈമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ആ വ്യൂ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഐ തിങ്ക് 135 ദിർഹംസോ സംതിങ്ങോ അതിൻ്റെ ചാർജ് വരാം. അതിൻ്റെ മേളിൽ ഗ്ലാസ് റോഡിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നമ്മൾ നേരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാം. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ ടയേർഡ് ആവുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.